ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കെമിസ്ട്രിയിൽ നിന്നും വളരെ വേറിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന +1 ക്ലാസ്സിലേക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് +1 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ പേരുകളാണ്. പേരും അതിൽ കുറച്ച് കാര്യങ്ങളും മാത്രം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഏകദേശം നമ്മൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഏകദേശം 8 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ +1 ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? ഒന്നാം ചാപ്റ്ററിന്റെ പേരാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയും. അപ്പോൾ സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ചാപ്റ്ററിന്റെ പേര് തന്നെയുണ്ട്. ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ബേസിക് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച ആറ്റംസ്, സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ മോളിക്യൂൾസ്, മിക്സ്ചേഴ്സ്, അങ്ങനെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ, എന്താണ് എലമെന്റ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയ കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് അറ്റോമിക് സ്ട്രക്ചർ. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നും ആറ്റത്തിന്റെ സ്ട്രക്ചറിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നത്, നീൽ ബോർ കൊണ്ടുവന്ന ആറ്റത്തിന്റെ സ്ട്രക്ചർ ഉണ്ട്. അപ്പം അതിലേക്കുള്ള കാര്യങ്ങളാണ് ഈ 2ാം ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ പറയുന്നത്. അടുത്തത് 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ. ഈ 3ാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും നിങ്ങൾ 9ാം ക്ലാസ്സിന്റെ തുടർച്ചയായി വരുന്ന ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ഇത്. ഇതിൽ നമ്മൾ പിന്നും അതേപോലെ ചരിത്രം പഠിക്കുന്നുണ്ട്. നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ചരിത്രങ്ങളെല്ലാം വിശദമായി ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഈ 3ാം ചാപ്റ്റർ. 4ാം ചാപ്റ്റർ എന്ന് വെച്ചാൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് എങ്ങനെയൊക്കെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാം. നമ്മൾ പഠിച്ചത് 9ാം ക്ലാസ് പഠിച്ചത് തന്നെയാണ്. അയോണിക് ബോണ്ടിങ് ഉണ്ട്, കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബോണ്ട്, 2 തരത്തിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാം. ആ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ ഇവിടെ പറയുന്നത്, ഈ ചാപ്റ്ററിൽ പറയുന്നത്. അത് പോരാത്തതിന് അതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയിരിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അടുത്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നിങ്ങൾ കണ്ടു കാണുന്ന ചാപ്റ്റർ ആണ്, അതായത് നിങ്ങൾ കേട്ട് കാണുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ കുറെ ഗ്യാസ് ലോസ് പഠിച്ചില്ലയോ? ആ ഗ്യാസ് ലോസ് വരുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ. ഇവിടെ നമ്മൾ ഗ്യാസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ലോസ് ഉണ്ട്. ആ ലോസ് നിങ്ങൾ അവിടെ 10ാം ക്ലാസ് പഠിച്ച അതേ ലോസ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേമും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. ഇനി അടുത്ത 6ാം ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഇതാണ് ഒരു പുതിയ സാധനം. അതായത് നിങ്ങൾ 10ലോ +9ലോ കേൾക്കാത്ത കാര്യമാണ് ഇത് +1ലേക്ക് ഇട്ടേക്കുന്നത്. അതായത് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തത് ഒരു റിയാക്ഷനിൽ നടക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇക്വിലിബ്രിയവും നമ്മൾ 10ാം ക്ലാസ് പഠിച്ചത് കണക്ക് തന്നെയാണ്. 10ാം ക്ലാസ് നമ്മൾ പഠിച്ച ലേ ഷാറ്റർ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഓർമ്മ വരിക. ലേ ഷാറ്റർ പ്രിൻസിപ്പിൾ ഇവിടെയും പഠിക്കാനുണ്ട്. അതുമായി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു എന്ന രീതിയിൽ ലേ ഷാറ്റർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്താണ് റിഡോക്സ് റിയാക്ഷൻ. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. 9ാം ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. റിഡക്ഷനും ഓക്സിഡേഷൻ നടക്കുന്ന എല്ലാ റിയാക്ഷനിലും നടക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ട്. ചില റിയാക്ഷനുകളിൽ റിഡക്ഷൻ നടക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ആ റിഡക്ഷൻ ഓക്സിഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത നിങ്ങൾക്ക് പരിചിതമുള്ള 9ാം ചാപ്റ്ററാണ് ഹൈഡ്രജൻ. നിങ്ങൾക്ക് പരിചയമുള്ള ചാപ്റ്ററാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഹൈഡ്രജനെ കുറിച്ചുള്ള എല്ലാ പ്രോപ്പർട്ടീസും അതിന്റെ പ്രത്യേകതയെല്ലാം നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത വരുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം 2 ഗ്രൂപ്പുകളുണ്ട് പ്രധാനമായിട്ടും. ആൽക്കലി മെറ്റൽ ഫാമിലിയും ആൽക്കലി എർത്ത് മെറ്റൽ ഫാമിലിയും. ഈ 2 ഫാമിലിയിലും ഉള്ള എലമെന്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ റിയാക്ഷൻസുമാണ് നമ്മൾ എസ് ബ്ലോക്കിൽ പഠിക്കുന്നത്. നിങ്ങൾ +1 മാത്രമേ എസ് ബ്ലോക്ക് പഠിക്കുന്നുള്ളൂ. ഇനി അടുത്ത പി ബ്ലോക്ക്, അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് പി ബ്ലോക്ക്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്, പി ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ 13, 14 ഗ്രൂപ്പുകൾ നിങ്ങൾ ഈ +1 പഠിക്കും. അതായത് അതിലുള്ള എലമെന്റ്സിന്റെ റിയാക്ഷനും കാര്യങ്ങളും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ +1 പഠിക്കും. ബാക്കിയുള്ള എലമെന്റ്സ് നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്, പി ബ്ലോക്ക് എലമെന്റ് ബാക്കി. ഓക്കെ, ഇനി അടുത്ത്
ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് 2 ചാപ്റ്റർ ആയിട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് നാമകരണം നൽകുന്നത്, നെയിമിംഗ് ചെയ്യുന്നത്, IUPAC അനുസരിച്ച് നെയിമിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയും അത് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ പറയുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് പ്രിൻസിപ്പിളും അതേപോലെ ടെക്നിക്സും എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഓരോ ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെ എക്സ്ട്രാക്ട് ഔട്ട് ചെയ്യാം, പുറത്തെടുക്കാം, വേർതിരിച്ചെടുക്കാം എന്ന കാര്യങ്ങളാണ് ഈ 12ാമത്തെ ചാപ്റ്റർ പറയുന്നത്. അടുത്തത് 13ാമത്തെ ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ എന്നാണ് ഇതിന്റെ പേര്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഹൈഡ്രോ കാർബണുകൾ ഏതാണ്? ആൽക്കീനുകൾ. ആൽക്കൈൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്. അതായത് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിന്റെ റിയാക്ഷൻസും പഠിക്കുന്നുണ്ട്. അതിന്റെ റിയാക്ഷൻസും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നത്. ഈ എൻവയോൺമെന്റൽ കെമിസ്ട്രി അത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ്. എൻവയോൺമെന്റിനെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് വേണം. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് +1 ഈ പറയുന്ന എൻവയോൺമെന്റൽ കെമിസ്ട്രി ചെയ്തിരിക്കുന്നത്, ആടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കെമിസ്ട്രിയുടെ +1 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ആദ്യ കാര്യമാണ് എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം. മലയാളത്തിൽ ദ്രവ്യം എന്ന് പറയും. എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ ഒരു ഡെഫിനേഷൻ, മാറ്റർ ഡെഫിനേഷൻ എങ്ങനെയാണ് പറയുന്നത്? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് നോൺ ആസ് മാറ്റർ. ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഡസ്റ്റർ ഉണ്ടല്ലോ, ഈ ഡസ്റ്ററിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? എൻ്റെ കയ്യിൽ ഇരിക്കണമെങ്കിൽ സ്ഥലം വേണം. അത് കൂടാതെ തന്നെ ഇതിനൊരു ഭാരമുണ്ട് ഇല്ലേ, മാസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. എന്താണ് കാര്യം? ഇതിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ്, അതേപോലെ എന്തുവാണ്, ഇതിന് ഭാരവുമുണ്ട്. അതേപോലെ നോക്കിയോ, പേന ഒരു മാറ്ററാണ്. ഇതിനും എന്താണ്? ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ്, ഇതിന് ഭാരമുണ്ട്. അപ്പോൾ എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് നോൺ ആസ് മാറ്റർ എന്നതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മാറ്റേഴ്സിനെ പരിചയപ്പെടുകയാണ്. നമ്മൾ എത്ര സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ളത് ചിലപ്പോൾ നിങ്ങൾ പറയും 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉള്ളത്. അല്ല, നമുക്ക് മൊത്തത്തിൽ 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ആദ്യം നമുക്ക് ആ 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആര് എന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ്? ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നോക്കാം ആരൊക്കെയാണ് 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാൻ. മാറ്ററിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫിസിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കെമിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാറ്ററിനെ എത്രയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 2 തരത്തിൽ. അതിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നു, കെമിക്കൽ ക്ലാസിഫിക്കേഷനും വരുന്നു. ഓക്കെ, അതിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. തന്നെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സോളിഡ്, ലിക്വിഡ്. 2 മൂന്നാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാഷ്യസ്. 4 പ്ലാസ്മ അല്ലെങ്കിൽ അയണൈസ്ഡ് പ്ലാസ്മ എന്ന് പറയും. 5 ബോസ് എയ്ൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 കോർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. ഇത്രയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇനിയൊരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ഓൺ ഗോയിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കൺസിഡർ ചെയ്തിട്ടില്ല, അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ടൈം ക്രിസ്റ്റൽ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് 8ാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ട് മാറും, ടൈം ക്രിസ്റ്റൽ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നു മാറ്ററിൻ്റെ ഫിസിക്കലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്ന പേരുകൾ ഒന്നുകൂടെ പറയുന്നു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് എയ്ൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് കോർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ കെമിക്കലി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കെമിക്കലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 തരത്തിലാണ് ഇതിനെ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്യുവർ എന്നും മിക്സ്ചർ എന്നും. എന്താണ് പ്യുവർ എന്നും മിക്സ്ചർ എന്നും? എന്താണ് പ്യുവർ എന്ന് വെച്ചാൽ? പ്യുവർ എന്ന് വെച്ചാൽ പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസ്, പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് വെച്ചാൽ? ഇപ്പോൾ ഒരു വസ്തുവിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ it should contain only single particle.
ഒരേ ഒരു പാർട്ടിക്കിൾ, ഒരേ തരത്തിലുള്ള ഒരേ ഒരു പാർട്ടിക്കിൾ മാത്രമേ അതിലുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾ മാത്രം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ എന്താണ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം പ്യുവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നേ ഉള്ളൂ. അപ്പം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനസ്സിൽ ഇത്ര ആദ്യം നമ്മൾ മിക്സർ എന്ന് ആലോചിച്ചാൽ മിക്സറിൽ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങളില്ലേ? കപ്പലണ്ടിയുണ്ട്, ആ നീളൻ ഉള്ള സാധനമുണ്ട്, അതേപോലെ ഉണ്ട പോലെ സാധനമുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത് അല്ലെ. മിക്സ്ചർ എന്ന് പറയുന്നത് അപ്പം ഒരു പാർട്ടിക്കിൾ മാത്രം ഉള്ളതാണോ? അല്ല, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ്. അപ്പൊ എന്താണ് മിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 2 or 3 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോർ ദാൻ 1 പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് നോൺ ആസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം അതിൽ പ്യുവർ സബ്സ്റ്റൻസിനെ പഠിക്കാൻ പോവാണ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് എലമെന്റും ഉണ്ട്, ഒന്ന് കോമ്പൗണ്ടും ഉണ്ട്. എന്താണ് എലമെന്റ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ എലമെന്റ് നിങ്ങൾ തന്നെ അറിയാം. എലമെന്റ് നമുക്കറിയാം എന്താണ് എലമെന്റ്. എലമെന്റ് ഒരു പ്യുവർ സബ്സ്റ്റന്റ് ആണ്. അപ്പൊ ഡെഫിനേഷൻ അതിൽ നിന്ന് കിട്ടും, ഇതൊരു പ്യുവർ സബ്സ്റ്റന്റ് ആണ്. ഓക്കെ, which is made up of same kind of atom. ഒരേ പോലത്തെ ആറ്റങ്ങൾ ചേർന്നുണ്ടാക്കിയതാണ് ഏത് എലമെന്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് എലമെന്റ് ഉണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന 118 എലമെന്റുകളാണ്, 118 എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ആറ്റംസ് എല്ലാം 118 എലമെന്റ്സ് ആണ്. അപ്പൊ നോക്കിയോ, എക്സാമ്പിൾ നോക്കിയോ, സോഡിയം 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 അതിന്റെ സിമ്പിൾ നമുക്കറിയാം Na. എന്തുകൊണ്ടത് Na വന്നത്? അതിന്റെ ലാറ്റിൻ നാമം, സോഡിയത്തിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? നാട്രിയം. ആ നാട്രിയത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ സിമ്പിൾ എന്ത് കൊടുത്തത്? Na. ഒരുപാടുണ്ട്. പൊട്ടാസ്യം 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 പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ K ആണ്. കാരണം പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? കാലിയം എന്നാണ്. അതുകൊണ്ടാണ് സിമ്പിൾ എന്തെന്ന് വന്നത്? K എന്ന് വന്നത്. ക്ലോറിൻ 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 അതിന്റെ സിമ്പിൾ Cl. കണ്ടോ, ഇതെല്ലാം എലമെന്റ്സ് ആണ്. അപ്പൊ എന്താണ് എലമെന്റ്സ്? എലമെന്റ്സ് എല്ലാം പ്യുവർ സബ്സ്റ്റന്റ് ആണ്, which is made up of one kind of atoms. ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ ചേർത്തുണ്ടാക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എലമെന്റ്സ്. അപ്പൊ അടുത്തതിലോട്ട് പോകുന്നു. എന്താണ് പ്യുവർ സബ്സ്റ്റന്റ്? രണ്ടാമത്താണ് കോമ്പൗണ്ട്. എന്താണ് കോമ്പൗണ്ട്? കോമ്പൗണ്ട് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് which is made up of 2 or more atoms. അത് ഒരേ തരത്തിലുള്ള ആറ്റംസ് ആവാം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആവാം, വ്യത്യസ്ത തരത്തിലുള്ള ആറ്റംസ് ആവാം. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ ചേർന്നുണ്ടാക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണെന്ത്? കോമ്പൗണ്ട്. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്. എന്താണ് സോഡിയം ക്ലോറൈഡ് എന്ന് അറിയാവോ? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പടെ ഉപ്പാണ്. അപ്പൊ ഉപ്പിന്റെ ഫോർമുല എന്താണ്? NaCl എന്നാണ്. NaCl. കണ്ടോ, നോക്കി, നമ്മള് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണെന്ന് അറിയാം, ക്ലോറിൻ എന്ന മറ്റൊരു എലമെന്റ് ആണെന്ന് അറിയാം. ഈ 2 എലമെന്റ് കൂടെ ചേർന്നാണ് നമുക്ക് സോഡിയം ക്ലോറൈഡ് കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ അതൊരു കോമ്പൗണ്ട് ആണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ, ഒന്നിൽ കൂടുതൽ, ചിലപ്പോൾ ഒരേപോലത്തെ ആറ്റം വ്യത്യസ്തമായ ആറ്റങ്ങളും ആവാം. ഒന്നിൽ കൂടുതൽ എലമെന്റ്സോ ഒന്നിൽ കൂടുതൽ ആറ്റംസോ ഒരേപോലത്തെ ആറ്റം ആവാം, വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങളാവാം. കമ്പൈൻ ചെയ്തുണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഒരു കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. ഇനി കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. ഇനി ഇത് കൂടാതെ വേറെ പറയാം, കാൽഷ്യം ക്ലോറൈഡ്, CaCl2, കാൽഷ്യം ക്ലോറൈഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ എന്താണ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഓർ എലമെന്റ്സ് കമ്പൈൻഡ് ടു ഫോം കോമ്പൗണ്ട്. ഒരേപോലെ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ അങ്ങ് പോവാം. അപ്പുറത്ത് എന്തുണ്ട്? മിക്സ്ചേഴ്സ് ഉണ്ട് അല്ലെ. എന്താണ് മിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി പറഞ്ഞു, ഒന്നോ ഒന്നിലധികമോ, ഒന്നിലധികം എന്നാണ് പറയേണ്ടത്, കറക്റ്റ് പറഞ്ഞു, ഒന്നിൽ അധികം എന്താ പാർട്ടിക്കിൾസ് ചേർന്നുണ്ടാക്കിയിരിക്കുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിക്സ്ചേഴ്സ് എന്ന് പറയും. അപ്പൊ മിക്സ്ചേഴ്സ് 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഹോമോജീനിയസ് സബ്സ്റ്റൻസും ഹെട്രോജീനിയസ് സബ്സ്റ്റൻസും. ഹോമോജീനിയസ് സബ്സ്റ്റൻസും ഹെട്രോജീനിയസ് സബ്സ്റ്റൻസും. അപ്പൊ ഹോമോജീനിയസ് സബ്സ്റ്റൻസ് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ എക്സാമ്പിൾ ഞാൻ പറയുന്നു, സലൈൻ വാട്ടർ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ. സാൾട്ട് സൊല്യൂഷൻ നോക്കിയ എക്സാമ്പിൾ ആണ്. സാൾട്ട് സൊല്യൂഷൻ എക്സാമ്പിൾ നോക്കിയോ. സാൾട്ട് സൊല്യൂഷൻ എന്താണ്? സാൾട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഉപ്പ് വേണം, വെള്ളം വേണം. ഇത് മിക്സ് ചെയ്യണം. ഒരു ഗ്ലാസ് എടുക്കുന്നു, ശാല ഉപ്പിടുന്നു, വെള്ളം ഒഴിക്കുന്നു, നല്ലപോലെ മിക്സ് ചെയ്യാണ്. എല്ലായിടത്തും ഒരേ രുചിയായിരിക്കും ഇവിടെ ഉപ്പുവെള്ളത്തിൽ? അതാ താഴെ കൂടുതൽ വേറെ ഉപ്പിന് പകരം വേറെ എന്തെങ്കിലും രുചി കയറി വരുമല്ലെങ്കിൽ ഇല്ല. എരി കയറി വരും? ഇല്ല. അത് എല്ലായിടത്തും യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആര്? ഉപ്പ്. ആരിൽ? വെള്ളത്തിൽ.
അങ്ങനെ പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വസ്തുവില് അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സബ്സ്റ്റൻസ്. അപ്പം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട്, സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട്, അല്ലെങ്കിൽ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അടുത്ത നോക്കിക്കോ, അടുത്ത നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണ്? അപ്പോൾ ഹോമോ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ, അപ്പൊ ഹെട്രോ എന്നതായിരിക്കും വ്യത്യസ്തമായ. ഉദാഹരണത്തിന് ഞാൻ എക്സാമ്പിളിലോട്ട് വരാം. നമ്മളെ സാൻഡും സാൾട്ടും, അതായത് മണ്ണും ഉപ്പും കൂടെ മിക്സ് ചെയ്യും. എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം, നമുക്ക് ശകലം കഴിച്ചു നോക്കിയാൽ ഉപ്പ് രുചി തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പോൾ മണ്ണിൻ്റെ തരിയാണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും, ചിലപ്പോൾ ഉപ്പിൻ്റെ തരിയാണ് നിങ്ങൾ കഴിക്കുന്നത് ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ യൂണിഫോം ആണോ? എല്ലായിടത്തും ഒരേപോലെ ആണോ? അല്ല. അപ്പൊ ഇവിടെ എന്ത് പറയും? മിക്സ്ചേഴ്സ് വിച്ച് ആർ നോൺ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. എന്ത് മിക്സ്ചേഴ്സ്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പൊ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് എന്ത്? സാൾട്ട് പ്ലസ് സാൻഡ്. സാൾട്ടും സാൻഡും കൂടെ മിക്സ് ചെയ്യുന്നത് അത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ സാൾട്ട് പ്ലസ് അയൺ, സാൾട്ട് പ്ലസ് അയൺ, ഇരുമ്പ് ഉപ്പ് കൂടെ മിക്സ് ചെയ്യുന്നത് അല്ലേ? വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയുള്ള വസ്തുവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അതേപോലെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് മിക്സറിന്റെ കാര്യം പറയാം. കപ്പലണ്ടി മിക്സർ എടുക്കുമ്പോൾ നമ്മൾ മിക്സർ ചെയ്യുന്ന നേരത്ത് കപ്പലണ്ടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ അതിനകത്ത് കരിയേപ്പിലാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചർ വേണമെങ്കിൽ പറയാം. നോൺ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആണ്. മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് നോൺ യൂണിഫോം കോമ്പോസിഷൻ. യൂണിഫോം ആയിട്ടുള്ള കമ്പോസ് ചെയ്തിരിക്കുന്നത് നോൺ യൂണിഫോം ആയിട്ട് കമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഹെട്രോജീനിയസ് സബ്സ്റ്റൻസ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഇതിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? മാക്ടന് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കലി അത് ക്ലാസിഫൈ ഉണ്ട്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് ഇൻ കണ്ടൻസ് സ്റ്റേറ്റ്, ഫെർമിയോണിക് കണ്ടൻസ് സ്റ്റേറ്റ്, കോർ, ഗ്ലൂവോൺ, പ്ലാസ്മ. അതിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് എന്തൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണ്? എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ചെയ്ത മിക്സ്ചേഴ്സ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് എന്ത്? ഹോമോജീനിയസ് സബ്സ്റ്റൻസ് എന്നും ഹെട്രോജീനിയസ് സബ്സ്റ്റൻസ് എന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാറ്ററിനെ കുറിച്ചാണ്, ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് കോമ്പൗണ്ട് എന്ന വാക്കില്ലേ. എങ്ങനെയാ കോമ്പൗണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആവും. അപ്പൊ അങ്ങനെ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് വെറുതെ അങ്ങ് കോമ്പൗണ്ട് ഉണ്ടാവില്ല, അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചേ പറ്റും. അപ്പം അങ്ങനെ ഗവേൺ ചെയ്യുന്ന കോമ്പൗണ്ട് ഉണ്ടാവാൻ, എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആവാൻ ഗവേൺ ചെയ്യുന്ന കുറച്ച് ലാസ് ഉണ്ട്. ആ ലോസിനെ വിളിക്കുന്ന പേരാണ് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതിനകത്ത് 5 ലോസ് ഉണ്ട്. എത്ര ലോസ് ഉണ്ട്? 5 എണ്ണം. അപ്പൊ നമുക്ക് ആ 5 ലോസ് എന്താണെന്ന് ആദ്യം പറയാം. ഫസ്റ്റ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് വൺ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ഓർ അല്ലെങ്കിൽ ഇങ്ങനെ പറയും കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അടുത്തത് ഗേ-ലൂസാസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അടുത്തത് അവോഗേഡ്രോ ലോ. അപ്പോൾ ഇത് ഓരോരുത്തരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1789 അന്റോണിയോ ലാവോസിയർ എന്ന സയന്റിസ്റ്റ് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, അത് മുന്നോട്ട് വെച്ചത്. അപ്പം അന്റോണിയോ ലാവോസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ കുറിച്ച് പറഞ്ഞത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ഡിസ്കവർ ചെയ്തത് ജോസഫ് പ്രോസ്റ്റ് എന്ന സയന്റിസ്റ്റ് ആണ്, ജോസഫ് പ്രോസ്റ്റ്. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് ജോൺ ഡാൾട്ടൺ. അപ്പൊ ആരൊക്കെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അന്റോണിയോ ലാവോസിയർ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ജോസഫ് പ്രോസ്റ്റ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ജോൺ ഡാൾട്ടൺ. പിന്നെ ഗേ-ലൂസാസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം, ആ പേര് തന്നെയുണ്ട്, ഗേ-ലൂസാസ് തന്നെയാണ്. അവോഗാഡ്രോ ലോ, അവോഗാഡ്രോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും രണ്ട് എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഗവേൺ ചെയ്യുന്ന കുറച്ച് റൂളിലൂടെയായിരിക്കും. അപ്പം ഏതൊക്കെയാണ് ആ റൂൾ എന്ന് വെച്ചാൽ, റൂൾ എന്നല്ല പറയുന്നത്, ലോ എന്നാണ് പറയുന്നത്. കുറച്ച് ലോസ് ആണ്. മൊത്തത്തിൽ എത്ര ലോസ് ഉണ്ട്? 5 ലോസ് ആണ്. അപ്പം ആദ്യത്തിലേക്ക് വരാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? എന്താണ് അന്റോണിയോ ലാവോസിയർ പറഞ്ഞിരിക്കുന്നത്?
അപ്പോൾ അന്റോണിയോ ലാവോസിയർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാൻ നേരത്ത് റിയാക്ഷനിൽ പങ്കെടുക്കുമല്ലോ, അപ്പോൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും. ആ റിയാക്റ്റൻറ്റിൻ്റെ മാസിന് ഈക്വൽ ആയിരിക്കും പ്രോഡക്റ്റിൻ്റെ മാസ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അന്റോണിയോ ലാവോസിയറിന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. കാർബൺ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വസ്തു ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ഇത് എലമെന്റ് ആണ്, ഇത് ഓക്സിജൻ ഒരു എലമെന്റ് ആണ്, ഇത് ഒരു കോമ്പൗണ്ട് ആണ്. അപ്പം എലമെന്റ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടായ ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. കാർബണിന്റെ ഭാരം അറിയണം. കാർബണിന്റെ ഭാരം ഞാൻ ഇവിടെ പറയുന്നു 12 ആണ്. ഇനി ഓക്സിജന്റെ ഭാരം, ഒരു ഓക്സിജന്റെ ഭാരം 16 ആണ്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പം 2 × 16 32. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാരം 44 ആണ്, 44. ഓക്കെ, 44. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോന്നിന്റെ ഭാരം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അന്റോണിയോ ലാവോസിയർ പറഞ്ഞ കാര്യം ഇതാണ്, റിയാക്ഷനിൽ നടക്കുമ്പോൾ, എപ്പോഴും റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നോക്കാം, നമുക്ക് ഇവിടെ റിയാക്റ്റന്റിന്റെ മാസ് നോക്കാം, 44. അപ്പുറത്ത് പ്രോഡക്റ്റിന്റെ മാസ് എത്ര? 44. ഇത് കൂട്ടുമ്പോൾ 44, ഇവിടെയും 44. അപ്പൊ ശരിയായില്ലേ? അപ്പം എന്താ പറഞ്ഞത്? മാസ് ഓഫ് ദ റിയാക്റ്റന്റ് വിൽ ബി ആൾവേസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. മാസ് ഓഫ് ദ റിയാക്റ്റന്റ് വിൽ ബി ആൾവേസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോഡക്റ്റ് എന്നാണ് അന്റോണിയോ ലാവോസിയർ പറഞ്ഞത്. അപ്പൊ അതിനെ ഇങ്ങനെ ഒരു ലോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയേണ്ടത്, മാസ് ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ മാസ് നശിക്കുന്നതുമില്ല, പുതിയതായിട്ട് ഉണ്ടാവുന്നതുമില്ല, ഭാരം ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. അപ്പോൾ മാസ് ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. അതായത് ഈ എക്സാമ്പിൾ വെച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റിയാക്റ്റന്റിന്റെ ഭാരവും പ്രോഡക്റ്റിന്റെ ഭാരവും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും റിയാക്ഷൻ കഴിഞ്ഞാലും. അതാണ് ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അടുത്ത രണ്ടാമത്തേലേക്ക് വരാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ആരാ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത്? ആളുടെ പേരാണ് ജോസഫ് പ്രോസ്റ്റ്. ജോസഫ് പ്രോസ്റ്റ്. ഇപ്പോൾ ജോസഫ് പ്രോസ്റ്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ വെച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. നോക്കിക്കോണം, ഇവിടെ CO2 ഗ്യാസിനെ കുറിച്ച് ആലോചിക്കുക. CO2 ഗ്യാസ്, ഈ ഗ്യാസ് പലയിടത്ത് അറ്റ്മോസ്ഫിയറിലുണ്ടാവും. അറ്റ്മോസ്ഫിയറിലുണ്ട്. അതേപോലെ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെയാണ് ഉണ്ടാവുന്നത്, അല്ലേ? ഇനി പല സന്ദർഭങ്ങളിലും പല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇനി നിങ്ങൾ എവിടെ പോയി ആ കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൗണ്ട് എടുത്താലും അതിലുള്ള എലമെന്റുകളുടെ റേഷ്യോ, മാസ് റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇപ്പം ഇതിനകത്ത് ആദ്യത്തെ സന്ദർഭം നോക്കാം. ഇതിനകത്ത് കാർബണിന്റെ ഭാരം എത്രയാണ്? ഇതാ നോക്കാം, കാർബണിന്റെ ഭാരം 12 ഗ്രാമാണ്. ഇതിനകത്തുള്ള ഓക്സിജന്റെ ഭാരം എത്ര? 32 ഗ്രാമാണ്. മനസ്സിലാവും? അതേപോലെ അടുത്ത് നോക്കി, ഇവിടെയും അറ്റ്മോസ്ഫിയർ നമ്മൾ ഫ്യൂവലിൽ നിന്ന് ബേൺ ചെയ്ത് അപ്പോഴും കിട്ടിയത് കാർബണിന്റെ ഭാരം എത്ര? 12 തന്നെയാണ്. ഇവിടെയുള്ള ഓക്സിജന്റെ ഭാരം എത്രയാണ്? 32 ഗ്രാം തന്നെയാണ്. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ടിടത്തും ഒരേപോലെയല്ലേ ഭാരം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. രണ്ടിടത്തും ഒരേപോലത്തെ എലമെന്റുകളുള്ളത്? അതെ, രണ്ടിലും ഒരേ എലമെന്റ് തന്നെ ഉള്ളത്. കണ്ടോ? അപ്പം പറയുന്നതാണ് സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടൈൻ സെയിം എലമെന്റ്. സെയിം കോമ്പൗണ്ട്, ഇത് സെയിം കോമ്പൗണ്ട് ആണ്, ഇത് രണ്ടും സെയിം കോമ്പൗണ്ട് ആണ്. ഇവ രണ്ടുപേരിലും എന്തുണ്ട്? സെയിം എലമെന്റ്സ് ഉണ്ട്, അല്ലേ? സെയിം എലമെന്റ്സ് കമ്പൈൻ ടുഗദർ ഇൻ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പം ഭാരത്തിൽ അവരൊരു ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. നോക്കാം, നമുക്ക് 12:32 ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 6:16, അതിനെ പിന്നും കട്ട് ചെയ്തു. അപ്പോൾ 3:4 എന്ന റേഷ്യോ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ പോയി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ആ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ ഏതായിരിക്കും? 3:4 എന്ന റേഷ്യോയിലായിരിക്കും, മാസ് റേഷ്യോയിലായിരിക്കും അത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് സെയിം കോമ്പൗണ്ട്സ്, ഒരേപോലത്തെ കോമ്പൗണ്ടുകൾ ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്. ഒരേപോലത്തെ കോമ്പൗണ്ടുകൾക്ക് ഒരേപോലത്തെ എലമെന്റ് ആയിരിക്കും. അവരെങ്ങനെയായിരിക്കും? they will be combined in a fixed proportion. അവരെങ്ങനെ കമ്പൈൻ ചെയ്യും? ഫിക്സഡ് പ്രൊപ്പോർഷൻ
ബൈ മാസ്. ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ജോസഫ് പ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ഇപ്പം ഇതല്ലാതെ വാട്ടർ എടുത്താലും ഇതേപോലെയാണ്. എവിടെ പോയി വാട്ടർ എടുത്താലും H2 ഇപ്പം മഴ വഴി കിട്ടുന്ന വെള്ളമായാലും അല്ല നമ്മൾക്ക് റിവറിൽ നിന്ന് കിട്ടിയ വെള്ളമായാലും അതേപോലെ ഓഷനിൽ നിന്ന് കിട്ടിയ വെള്ളമായാലും എല്ലാത്തിൻ്റെയും കെമിക്കൽ ഫോമുല എന്ത് തന്നെയാണ്? H2O തന്നെയാണ്. അവിടെയും അവർ മാസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ എന്തായിരിക്കും? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അതാ എക്സാമ്പിൾ അതും കൂടെ പറയാം. H2O അല്ലേ, ഇപ്പോൾ ഇതെനിക്ക് റിവറിൽ നിന്ന് കിട്ടിയത്, നദിയിൽ നിന്ന് കിട്ടിയത്, ഇനി എനിക്ക് കടലിൽ നിന്ന് കിട്ടിയ വാട്ടർ ഉണ്ട്, അതിന്റെ ഫോമുല അത് തന്നെയല്ലോ H2O. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, 16 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇവിടെയും 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, 16 ഗ്രാം ഓക്സിജൻ ഉണ്ട്. നോക്കി, അവർ തമ്മിൽ എപ്പോഴും ഒരു സിമ്പിളസ്റ്റ് റേഷ്യോ കാണും, അത് എപ്പോഴും സെയിം ആയിരിക്കും. നോക്കിയോ, നമുക്ക് 2 ഗ്രാം ഈസ് ടു 16 ചെയ്യുമ്പോൾ നമുക്ക് 1:8 എന്ന് പറയും. അതായത് ലോകത്തിന് നിങ്ങൾ എവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നാലും അവരെപ്പോഴും കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഏത് റേഷ്യോ? മാസ് റേഷ്യോ. അവരെ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:8 ആയിരിക്കും. ഇതാണ് ആര് പറഞ്ഞത്? ജോസഫ് പ്രോസ്റ്റ്. ഏത് വെച്ച് പറഞ്ഞത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ ജോൺ ഡാൾട്ടൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു എക്സാമ്പിളിലൂടെ അത് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഡെഫിനിഷനിലോട്ട് വരാം, ലോയിലോട്ട് വരാം. നോക്കൂ, എക്സാമ്പിൾ ഇതാണ്. കാർബണും ഓക്സിജനോട് കമ്പൈൻ ചെയ്യാം. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടാം, 2 പ്രോഡക്റ്റ് കിട്ടാം. അവിടെ 2 പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരെണ്ണം കാർബൺ മോണോക്സൈഡ്, ഒരെണ്ണം കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം കാർബൺ ഡൈ ഓക്സൈഡ്, ഒരെണ്ണം കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഭാരത്തിലോട്ട് വരാം. ഞാൻ ഓരോന്നിന്റെ ഭാരം എഴുതാം. ഇവിടെ കാർബണിന്റെ ഭാരം 12 ആണ്, ഇവിടെ 12 ഗ്രാം ആണ്, ഇവിടെ ഓക്സിജന്റെ ഭാരം 16 ഗ്രാം ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ കാർബണിന്റെ ഭാരം 12 ഗ്രാം ആണ്, ഇവിടെ പക്ഷെ ഓക്സിജന്റെ ഭാരം 2 ഓക്സിജൻ ഉണ്ട്, അതിന്റെ ഭാരം 32 ഗ്രാം ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ പ്രത്യേകം നോക്കിയോണം, ഇവർ രണ്ടുപേരുള്ള റേഷ്യോ നോക്കിയാണ്. ഞാൻ ഇപ്പൊ റേഷ്യോ നോക്കാം. ഇപ്പൊ നോക്കിയോ, ഇവർ തമ്മിൽ റേഷ്യോ നോക്കുമ്പോൾ ഈ കാർബണും ഈ കാർബണിന്റെ ഭാരം ഒരേപോലെ ആയിരിക്കും. അപ്പം അതല്ലാതെ ഓക്സിജന്റെ റേഷ്യോ നോക്കാം. ഓക്സിജന്റെ റേഷ്യോ എങ്ങനെയാണ് ഇരിക്കുന്നത്? 16:32 എന്ന് പറയും. അതായത് അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ എപ്പോഴും സ്മോൾ ഹോൾ നമ്പർ ആയിരിക്കും. 1:2 എന്ന റേഷ്യോയിലായിരിക്കും ഇരിക്കുന്നത്. നോക്കി, 1:2. നോക്കി, 16 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, അതിനെ കട്ട് ചെയ്ത് 2 കിട്ടും. അപ്പം എങ്ങനെ കിട്ടും? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിജന്റെ റേഷ്യോ എന്തായിരിക്കും? സിംപ്ലസ്റ്റ് റേഷ്യോ ആയിരിക്കും. 1:2 എന്ന രീതിയിലാണ് അവർ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എപ്പോഴും 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവാം. ശരി, 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്തു, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടായി. ഏതൊക്കെ ഉണ്ടായി? കാർബൺ മോണോക്സൈഡ് ഉണ്ടായി, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വ്യത്യസ്തമായ ഭാരമുള്ള വസ്തുക്കൾ, വ്യത്യസ്തമായ ഭാരം ആർക്കാണ്? ഇത് അവർക്ക് കാർബൺ 2 ഒരേപോലത്തെ ഭാരമാണ്. വ്യത്യസ്തമായ ഭാരം ആർക്കാണ്? ഓക്സിജൻ അല്ലേ. അവരെപ്പോഴും ബെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പറിലായിരിക്കും. അതായത് അവരുടെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? വ്യത്യസ്തമായ അവരുടെ റേഷ്യോ എപ്പോഴും എത്രയായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. 1:2 അല്ലെങ്കിൽ 1:3 അല്ലെങ്കിൽ 2:4 അല്ലെങ്കിൽ 3:4 അങ്ങനെയുള്ള റേഷ്യോയിലായിരിക്കും, സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ബെയർ ചെയ്യുന്നത്. അതാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ ജോൺ ഡാൾട്ടൺ. അപ്പൊ ജോൺ ഡാൾട്ടൺ എന്താ പറഞ്ഞിരിക്കുന്നത്? when 2 elements combine to form more than one compound, ഒരു 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. the different mass of the element that combine with a fixed mass of other element. അപ്പം different mass of the element that combine with the fixed mass, ഇത് 2 ഫിക്സഡ് ആണ്. fixed mass of other element, മറ്റേ എലമെന്റിന്റെ റേഷ്യോ bears a സിമ്പിൾ റേഷ്യോ. അവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? എപ്പോഴും സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും എന്നതാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ ജോൺ ഡാൾട്ടൺ. അപ്പം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇവരെ തമ്മിലുള്ള റേഷ്യോ, വ്യത്യസ്തമായ ഇവരെ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പറിലായിരിക്കും എന്നാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പേര് തന്നെയുണ്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ വ്യത്യസ്തമായ എലമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്നത് സ്മോൾ ഹോൾ നമ്പറിൽ വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, when 2 elements combine to form more than one compound,
the different masses of the element that combine with a fixed mass of other element be as a simple whole number. അതെന്തായിരിക്കും? എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ നമ്പറിൽ ആയിരിക്കും. ഇപ്പോൾ അടുത്ത നിയമമാണ് നാലാമത്തത്, ഗേ-ലൂസാസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അപ്പോൾ ഗേ-ലൂസാസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ നോക്കാം, നമുക്ക് അതിലും ഒരു എക്സാമ്പിളിലേക്ക് വരാം. എക്സാമ്പിൾ അതാണ് N2 plus H2. H2 gives NH3. Okay, N2 plus H2 gives NH3. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അല്ലേ? നമുക്കിത് ബാലൻസ് ചെയ്യാം. ശരി, ബാലൻസ് ചെയ്യുന്നു. ഇക്വേഷൻ ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ ഗവേൺ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഇവിടെയും ഗവേൺ ചെയ്യുന്നത്. കാരണം ആറ്റങ്ങളുടെ എണ്ണം അപ്പുറം ഇപ്പുറം തുല്യമാക്കുമ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതായത് ഈ റിയാക്ഷനിലും എന്താണ്, റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിന്റെ മാസ് ഈക്വൽ ആണ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കണം. ഇനി അത് നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടെല്ലാം ഗ്യാസ് ആണല്ലേ. അപ്പോൾ ഇവർ കമ്പയർ ചെയ്തിട്ട് ഉണ്ടായത് ഒരു ഗ്യാസ് ആണ്. ഇത് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അമോണിയ നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, പേര് ഹേബർ പ്രക്രിയ, ഹേബർ പ്രോസസ് ആണ്. അപ്പോൾ ഹേബർ പ്രോസസ് വഴി അമോണിയ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, ഇവിടെ കൺസിഡർ ചെയ്യുക, ഇതെല്ലാം ഗ്യാസസ് ആണ്. അപ്പോൾ ഗ്യാസിയസ് ആയിട്ടുള്ള റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത്, റിയാക്ടന്റ് ആണിത്, റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. ഗ്യാഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടിയത് ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഗ്യാഷ്യസ് ആയ പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. അങ്ങനെ കിട്ടുമ്പോൾ പറഞ്ഞിരിക്കുന്ന എത്രയേ ഉള്ളൂ, ഇവര് റിയാക്ടന്റും പ്രോഡക്റ്റും തമ്മിൽ ഒരു എന്തുണ്ടാവും, ഒരു റേഷ്യോ ഉണ്ടാവും, ഒരു സർട്ടൻ റേഷ്യോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് റേഷ്യോ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ എന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ ഇവിടെ 3 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടായ അമോണിയ 2 ലിറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇവരുടെ റേഷ്യോ നോക്കി എങ്ങനെയായിരിക്കും, ഇവരൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. 1:3:2 എന്ന റേഷ്യോയിലായിരിക്കും ഇവർ കമ്പൈൻ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നടക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ, 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കണം. ഇറ്റ് ഷുഡ് ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം, മാറ്റം വരാൻ പാടില്ല. എങ്കിൽ മാത്രമേ ഈ റൂള് ഗവേൺ ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് റൂള് പറഞ്ഞത് നോക്കാം. When gases combine to form gaseous product, എപ്പോഴൊക്കെ gaseous molecule combine ചെയ്ത് gaseous product ഉണ്ടാവുന്നു, a simple ratio exists between, ഒരു ചെറിയ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യും. ആരൊക്കെ തമ്മിൽ? വോളിയം ഓഫ് റിയാക്ടന്റ് ആൻഡ് വോളിയം ഓഫ് പ്രോഡക്റ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം ഓഫ് റിയാക്ടന്റും വോളിയം ഓഫ് പ്രോഡക്റ്റും, റിയാക്ടന്റിന്റെ വോളിയവും പ്രോഡക്റ്റിന്റെ വോളിയവും തമ്മിൽ എന്തായിരിക്കും, ഒരു ചെറിയ റേഷ്യോ ഉണ്ടാവും. സിമ്പിൾ റേഷ്യോയിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് നമ്മൾ ഗേ-ലൂസാസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് അവോഗാഡ്രോ ലോയാണ്. അപ്പൊ അവോഗാഡ്രോ ലോ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ 2 ഗ്യാസ് എടുത്തിരിക്കേണ്ട, ഇതൊരു കണ്ടെയ്നർ ആണ്, ഇത് മറ്റൊരു കണ്ടെയ്നർ ആണ്. ഇത് രണ്ടിൻ്റെയും വോളിയം എത്രയാണ്, 22.4 ലിറ്റർ. ഞാൻ ഇതിനകത്തൊരു ഗ്യാസ് നിറയ്ക്കാൻ പോകണം. 22.4 ലിറ്റർ ആണ് വോളിയം. ഇതിനകത്ത് നിറച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഇതിനകത്ത് നിറയ്ക്കുന്ന അമോണിയ ഗ്യാസ്. ഓക്കെ, രണ്ടിനകത്തും നോക്കിക്കോണം. ഓക്കെ, രണ്ടിനകത്തും 2 ഗ്യാസ് ആണ്, വോളിയം ഈക്വൽ ആണ്. അങ്ങനെ വന്നാൽ അവോഗാഡ്രോ പറയുന്നത് ഇതിനകത്തുള്ള മോളിക്യൂളും എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനകത്തുള്ള മോളിക്യൂൾ തന്നെയാണ് ഇതിനകത്തുള്ള മോളിക്യൂൾ. എണ്ണം നോക്കിയോ, ഇതിനകത്ത് 5 മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര മോളിക്യൂൾ തന്നെ കാണും, 5 മോളിക്യൂൾ തന്നെ കാണും. അതാണ് അവോഗാഡ്രോ ലോ പറഞ്ഞിരിക്കുന്നത്. എന്താ അവോഗാഡ്രോ ലോ പറയുന്നത് നോക്കിക്കോളൂ. ഈക്വൽ വോളിയം ഓഫ് ആൾ ഗ്യാസസ്, ഏത് ഗ്യാസസും ആവട്ടെ, കണ്ടൈൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ. ഈക്വൽ വോളിയം ഓഫ് ആൾ ഗ്യാസസ്, ഏത് ഗ്യാസും ആവട്ടെ അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുമെന്നാണ് അവോഗാഡ്രോ പറയുന്നത്. ഇതാണ് അവോഗാഡ്രോ ലോ പറയുന്നത്. അപ്പൊ ഇത്രയാണ് അവോഗാഡ്രോ ലോ. അപ്പൊ നമ്മൾ കണ്ടത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനില് 5 ലോസ് ആണ് പ്രധാനമായിട്ടും. ഈ 5 ലോസ് വെച്ചാണ് ഓരോ റിയാക്ഷൻസ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പം ഈ 5 ലോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അന്റോണിയോ ലാവോസിയർ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് ജോസഫ് പ്രോസ്റ്റ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ജോൺ ഡാൾട്ടൺ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ലോ ഓഫ്
മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് ഇത് പഠിച്ചോണം. അടുത്ത് ഗേ-ലൂസേഴ്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം, ഏറ്റവും അവസാനത്ത് അവോഗാഡ്രോ ലോ. ഇത്രയായപ്പോൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ തീർന്നു.